അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ. അവനല്ലാതെ ആരോടും നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. അദൃശ്യവും അഭൗതികമായ മാർഗത്തിൽ നമുക്ക് ശിക്ഷകൾ നൽകാൻ അവർ മാത്രമേ സാധിക്കുകയുള്ളൂ. അവരോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചിട്ടേ കാര്യമുള്ളൂ. ഇത് നാഴികക്ക് 40 വട്ടം ആവർത്തിച്ച് പറഞ്ഞാലും പറയും നിങ്ങൾ ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നവരാണ്, നിങ്ങൾ ജിന്നുകളെ വിളിച്ച് തേടുന്നവരാണ് എന്ന് നിരന്തരം ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, ഈ ആരോപണം തെറ്റാണ്, അത് കളവാണ്, അത് നുണയാണ്, അത് ദുരുദ്ദേശപരമാണ്, ആത്മാർത്ഥമായിട്ടല്ല. അതിന് പ്രമാണങ്ങളുടെ പിൻബലമില്ല. ഒരാളും ഇവിടെ അള്ളാഹു അല്ലാത്ത ആരോടും വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല, അള്ളാഹു അല്ലാത്ത ആരോടും വിളിച്ചു തേടുന്നില്ല. പണ്ഡിതന്മാരായ ആളുകൾ പണ്ഡിതോചിതമായി ചർച്ച ചെയ്ത ഒരു വിഷയം സാധാരണക്കാരുടെ ആളുകളിലേക്ക് വലിച്ചിട്ട് അവരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് ഈ വിഷയം ജനങ്ങൾക്കിടയിൽ ധാരണപ്പശ ഉണ്ടാക്കിയ ഒരു വിഷയമായി മാറിയപ്പോൾ നമ്മൾ അതിന് മറുപടി പറയാൻ നിർബന്ധിതരായതാണ്. നേരെ മറിച്ച് പല പണ്ഡിത മഹാന്മാരായ ആളുകളും ഇതുപോലുള്ള ഭിന്നതകളൊക്കെ കുറിച്ച് കേട്ട് മനസ്സ് വിഷമിച്ചിരിക്കുന്ന ചില ആളുകൾ നമ്മോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് നിങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ, ദായിമാർക്കിടയിൽ, വിവരമുള്ള ആളുകൾക്കിടയിൽ ഒരു റൂമിലിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട വിഷയങ്ങൾ അതല്ലെങ്കിൽ അങ്ങനെ പഴയകാലത്തും ചരിത്രത്തിലും ഇസ്ലാമിൽ പല വിഷയങ്ങളിലും പണ്ഡിതന്മാർക്കിടയിൽ ചില ഭിന്ന വീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വീക്ഷണങ്ങൾ അവരെല്ലാം സൗഹാർദ്ദപരമായി, സാഹോദര്യപരമായി അവരുടെ ഇടയിലുള്ള ഐക്യത്തിൻ്റെയോ ബന്ധത്തിൻ്റെയോ ആ നൂലിഴകൾക്ക് യാതൊരു ദൗർബല്യവും സംഭവിക്കാതെ എത്ര പരിഹരിച്ചിട്ടുണ്ട്. എല്ലാ അഭിപ്രായങ്ങളും ചിലപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ അതേ അഭിപ്രായം തന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന് എന്ന് പറയാൻ പറ്റില്ല. ചില കാര്യങ്ങളിൽ അവർക്കിടയിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. പക്ഷേ ആ സലഫി മൻഹജിൽ കടന്നു വരുന്ന ആ മഹാന്മാരൊക്കെ കീപ്പ് ചെയ്ത ഒരു പരസ്പര ബഹുമാനത്തിന്റെയും ഒരു പരസ്പര ഐക്യത്തിന്റെയും ഒരു പരസ്പര സൗഹാർദ്ദത്തിന്റെയും ഒരു അന്തരീക്ഷം തകർത്ത് എല്ലാ സ്റ്റിയറിംഗും കയ്യിലുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന ഒരാളെ ജാമിയൽ ഹിന്ദിൽ വെച്ച് ചർച്ച ചെയ്തു. ചർച്ച തുടങ്ങി 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ പറയാണ്, ഞാനുണ്ട്, തലേന്ന് അമീറിന്റെ കൂടെ ചർച്ച ചെയ്ത ആളുണ്ട്, അയാളുണ്ട്. അയാൾ പറയും, സക്കരിയാക്ക് അങ്ങനെ ഇവിടെ വേറെ സലഫിയത്ത് കെട്ടിപ്പടുക്കാം എന്ന അഭിപ്രായമുണ്ടെങ്കിൽ സക്കരിയക്ക് വേറെ പോകാം, സക്കരിയ വേറെ പോയിക്കോ, എന്നിട്ട് അതിനെ പറ്റി ആളെയും കൂട്ടിക്കോ. ഇവിടെ ഈ ഒരു സെറ്റപ്പ് ഉണ്ട്, ഇവിടെ ഈ സെറ്റപ്പിനനുസരിച്ച് പോകുള്ളൂ. എല്ലാം പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് പണ്ഡിതന്മാരോട് അതൊക്കെ തരം പൗരോഹിത്യത്തിലേക്ക് പോകുള്ളൂ. അത് നമ്മൾ പ്രശ്നമൊന്നുമില്ല, നമ്മളിപ്പോൾ സംഘടന ഉണ്ടാക്കിയല്ലോ, നമ്മൾ സക്കരിയാനെ വയ്ക്കോ നമ്മൾ വയ്ക്കും, ഇവിടുത്തെ മസലത്തെ ചർച്ച ഇതിലൊന്നും അർത്ഥമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ 5 മാസം, അത് സെപ്റ്റംബർ 8 പറയുന്നത്, മഞ്ചേരി ആദർശ വിശദീകരണം തുടങ്ങി ഒരു കൊല്ലം തയ്യുന്ന അപ്പളായി പറയണത് പോയിക്കോ. ഇനിയിപ്പോൾ എൻ്റെ ആവശ്യമില്ല, നമുക്ക് സെറ്റപ്പൊക്കെ ഏതാണ്ടായി, ആളൊക്കെ ഏതാണ്ട് കൂടി, ജാമിയൽ ഹിന്ദൊക്കെ ആയി, ഇനി സക്കരിയാനെ വയ്ക്കുക, നമ്മൾ വയ്ക്ക് പോകാം. പിന്നെ ഞാനതിൽ പിടിച്ചു നിന്നു. നിങ്ങൾ പിടിച്ചിക്കണ്ട കുറച്ചും കൂടി, അതായത് പുറത്താക്കോളം ഒരു യോഗം കൂടി 35-നെതിരെ 36 വോട്ടുകൾക്ക് സക്കരിയ പുറത്താക്കി എന്ന് പറയോളം നിന്നില്ല. അതാ പിന്നിട്ടുള്ളത്. ഇങ്ങനെ തകർത്ത് പറഞ്ഞാലേ ചില ആളുകളെ സംഘടനാ രംഗത്തു നിന്നൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ പറ്റുകയുള്ളൂ എന്ന് ചില സൂത്രശാലികൾ എടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. കൂടുതൽ ചർച്ചയുടെ ആവശ്യമുണ്ടാവില്ല. ഒരു വിജനമായ സ്ഥലത്ത് ചെന്നുപെട്ടാൽ ജിന്ന് സഹായിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് ജിന്നിനോട് സഹായം, അത് ലൈഫാണ്. മാത്രമല്ല ഒരു തെളിവുകൊണ്ടില്ലാത്താണ് അവരെ ജിന്നിനോട് വിജനമായ സ്ഥലത്ത് അത് ക്ലിയറാക്കിയിരിക്കണം. അതൊരു തിരുത്താണ്, അത് എഴുതണം. ഒരാവശ്യമില്ലാത്ത ഒന്ന് മറ്റേ മൂലക്കലെ മഴയുള്ള അത് പറയാതെ കണ്ട് മനുഷ്യന്മാരുടെ തൗഹീദിന്റെ കാര്യമാണ് പറഞ്ഞത്. അതായത് വിജനമായ സ്ഥലത്ത് എത്തുന്ന സമയത്ത് യാ ഇബാദല്ലാഹ് അഗിസ്നി എന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നോട് ഒരാള് കൊണ്ടോട്ടിന്ന് വളരെ ഉത്തരവാദപ്പെട്ട ഒരാളിനോട് വിളിച്ച് പറഞ്ഞു, പിന്നെ വിജനമായ സ്ഥലത്ത്, ഞാൻ ഒരാളില്ലാത്ത സ്ഥലത്ത് എത്തിയിട്ട് പിന്നെ എന്നെ എന്താണ് ഈ വാചകമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. അതിൽ ജിന്ന് പെടാം, ഇൻസ് പെടാം, മലക്ക് പെടാം. അവർ സഹായിച്ചാൽ ആ ആളുകളിനോട് ഞാനുള്ള എൻ്റെ വിളിച്ചു തേട്ടം തൗഹീദിന് എതിരാവുകയില്ല എന്ന് ഇപ്പൊ പറഞ്ഞാൽ അത് മുവഹിദീങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂലേ എന്നാണ് ചോദ്യം. നമ്മളെ ഉത്തരം എന്തായി? യഥാർത്ഥത്തിൽ ഈ വിളിച്ചു തേടുന്ന ആളുടെ മനസ്സിനനുസരിച്ച് ഈ പരിസരത്ത് എവിടെയെങ്കിലും ഒച്ച കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് സഹായം ചെയ്യട്ടെ എന്നാണ് അയാൾ മനസ്സിൽ
എന്റെ അടിസ്ഥാനത്തിലില്ല എന്ന് പറയുന്നത് നേരത്തെ ചോറ് വാങ്ങേണ്ടത് പാടില്ല, പക്ഷെ തിന്നാം. മനുഷ്യരോട് പറയാൻ പറ്റില്ല. അതിൽ ഇസ്തിഹാസ ഇല്ലാന്നാണ് ഉണ്ടെങ്കിലൊക്കെ എഴുത്തിൽ മുഴുവൻ ശില്പിക്കുള്ള ഗുളി അവൻ കൊടുക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ തീരുമാനാക്കാൻ പ്രയാസം. തീരുമാനിക്കാനാവില്ല. അതിനെ മാത്രമല്ല, നമ്മൾ ഒരുപാട് ഇംഗ്ലീഷിന്റെ കാര്യങ്ങൾ അതുകൊണ്ട് പരിഹരിക്കപ്പെടുകയും ശരിയാണ്. അതന്നെ പറയും. അല്ല, അതുകൊണ്ട് ഞാൻ കർലാസനുണ്ട്, ഞാനത് നിലനിൽക്കുകയില്ല. കുറച്ചൊക്കെ ബുദ്ധിയും സാമാന്യമായ ചിന്തയും കാര്യങ്ങളൊക്കെ പ്രയോഗിക്കേണ്ട ഒരു സമയമാണ്. നമ്മൾ രാവിലെ മുതലേ ഇരുന്ന് ഇവിടെ ഇതുവരെ എത്തി ഒരു കാര്യത്തിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾ വേണ്ടാത്ത ഒരു ബാത്തിലാക്കുന്ന ഒരു കാര്യം വാദിട്ട് നടക്കണ്ട. നിങ്ങൾക്ക് വാദമുണ്ടോ? അതെ, ചർച്ച നമുക്ക് വേറെ നമ്മളെ ജമിയത്തിലെ പത്തോട്ടുള്ള ആളാണ്. ഇതുപോലും ഈ ഒരു സെന്റൻസ് പോലും ജനങ്ങൾക്ക് ഭയങ്കര തെളിവാണ് കിട്ടിയത്. കാരണം ഇത് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. മലക്കുകളോടോ ശക്തികളാണ് അവരോട് സഹായം നേടാൻ പാടില്ല ചിരിക്കാൻ നീക്കുകയാണ്. മലക്കുകളോടോ ശക്തികളാണ് അവരോട് സഹായം നേടാൻ പാടില്ല ചിരിക്കാൻ നീക്കുകയാണ്. ഞാൻ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിൽ ശിർക്കില്ല. അങ്ങനെ പറയാൻ സഹിയാണ് തെറ്റിദ്ധരിച്ചിട്ട് അവിടെ ചെയ്യുന്ന തെറ്റ് തന്നെയാണ്. അയാളുടെ മനസ്സിൽ മനസ്സിൽ അല്ല മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചതാണ് പറയാൻ പറ്റുമോ? ഒരാളെ നല്ലൊരു മനസ്സിൽ അല്ല മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചതാണ് പറയാൻ പറ്റുമോ? ഒരാളെ നല്ലൊരു മനസ്സിൽ അല്ല മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചതാണ് പറയാൻ പറ്റുമോ? നിങ്ങളോട് ചായ തരുന്ന ചിരിക്കാൻ നിങ്ങളോട് സഹായം തരുന്നത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ്. സക്കരിയ സലാഹിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അബദ്ധങ്ങൾ വന്നിട്ടില്ല എന്ന് വാദക്കാരനല്ല ഞാൻ. അദ്ദേഹത്തിന് അബദ്ധങ്ങൾ വന്നിട്ടുണ്ട് എന്ന് വാദക്കാരൻ. അദ്ദേഹത്തോട് തന്നെ പലതവണ വ്യക്തിപരമായി ഞാനത് ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യം നമ്മുടെ നേതൃത്വത്തിന് തന്നെ അറിയാം. അതിന് പുറമെ മുജാഹിദ് ബാലുശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ മുമ്പ് കുവൈത്തിൽ വന്നിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ചില പ്രസംഗങ്ങളിലെ പരാമർശങ്ങൾ കാരണം ഇനി കുവൈത്തിൽ അദ്ദേഹം വരേണ്ടതില്ല എന്ന് കുറച്ചു കാലത്തേക്ക് ഞങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ ചില പ്രസംഗങ്ങളിലുള്ള പരാമർശങ്ങൾ കാരണം അദ്ദേഹത്തോട് തന്നെ പറഞ്ഞിരുന്നു.